നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി തന്റെ വിശേഷങ്ങൾ പങ്കിട്ടു തുടങ്ങിയത്. ബാലയ്ക്കൊപ്പവും അല്ലാതെയുമെല്ലാം പ്രേക്ഷകർ എലിസബത്തിനെ കേട്ടു. ഒടുവിൽ ബാലയുടെ വിശേഷങ്ങളെക്കാൾ ആരാധകർ എലിസബത്തിന്റെ വിവരങ്ങളായിരുന്നു നടനോട് ചോദിച്ചത്. കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബാലയെ തനിച്ചു കണ്ടു തുടങ്ങിയതോടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാനുണ്ടായിരുന്നതും എലിസബത്തിനെ കുറിച്ചായിരുന്നു. ആരാധകരുടെ ചോദ്യമേറിയതോടെ ഒടുവിൽ എലിസബത്ത് തനിക്കൊപ്പമില്ലെന്ന് നടൻ വെളിപ്പെടുത്തി. തങ്ങൾ പിരിഞ്ഞുവെന്നും വിധി അതായി പോയി എന്നുമാണ് നടൻ വ്യക്തമാക്കിയത്. ഇതോടെ യാഥാർത്ഥ്യമറിയാൻ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ എത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും എലിസബത്ത് സംസാരിച്ചില്ല. പകരം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ താരങ്ങൾ പങ്കിട്ടു തുടങ്ങി. കുടുംബത്തിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ, തന്റെ യാത്രകൾ, ജോലി സ്ഥലത്തെ സന്തോഷങ്ങൾ, പുതിയ അനുഭവങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ വിശേഷങ്ങളുമായി നിരവധി വീഡിയോകൾ എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലും പങ്കിട്ടു. ബാല 4ാമത് വിവാഹിതനായപ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ പ്രേക്ഷകർ ചോദ്യമുയർത്തിയിരുന്നു. എന്നാൽ ഇതിനും എലിസബത്ത് മറുപടി നൽകിയില്ല. പകരം തന്റെ ജോലി സ്ഥലത്തെ വിശേഷങ്ങൾ പങ്കിട്ട് താൻ ഇവിടെ വളരെ സന്തോഷവതിയാണെന്ന് താരം വ്യക്തമാക്കി. ഗുജറാത്തിലെ ആശുപത്രിയിലാണ് എലിസബത്ത് നിലവിൽ ജോലി ചെയ്യുന്നത്. ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ട്. അടുത്തിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എലിസബത്ത് ആരാധകരോട് പങ്കുവച്ചിരുന്നു. ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്നും വിവാഹിതയാകാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെയായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത്. ഇപ്പോഴിതാ ആ സർപ്രൈസ് എന്തെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത്. താൻ നാട്ടിൽ വരാൻ പോകുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞത്. അമ്മയ്ക്കൊപ്പം എയർപോർട്ടിൽ ഇരിക്കുന്ന വീഡിയോയിലൂടെയാണ് എലിസബത്ത് തന്റെ സന്തോഷം അറിയിച്ചത്. ഇത്ര പെട്ടെന്ന് അവധി കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലെന്നും 5 ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറഞ്ഞു. പോകാനും വരാനും ഓരോ ദിവസം പോകും, എന്നാലും 3 ദിവസം വീട്ടിൽ നിൽക്കാമെന്ന സന്തോഷമുണ്ട്. എന്റെ സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചതായി പലരും കമന്റ് ചെയ്തതായി കണ്ടു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യമാണെന്ന്. 3-4 മാസമായി നാട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ ലീവ് ലഭിച്ചതിന്റെ സന്തോഷമുണ്ടെന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്. അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത്. വിവാഹമായിരിക്കുമെന്നാണ് വിചാരിച്ചത്, എന്തായാലും സന്തോഷത്തോടെ ഇരിക്കൂ,